നിങ്ങൾക്കറിയാം നമ്മളുടെ ഭൂമി പ്രകൃതിയാലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അതിൽ ലോകാത്ഭുതങ്ങളായി മാറിയവയിൽ പലതും നമ്മളുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ്ങിൽ നിന്നും 60 കിലോമീറ്റർ മാറി ഖാസി മലനിരയിൽ അങ്ങനെയൊരു ഗുഹാത്ഭുതം സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്രേംപുരി കേവ്സ്. 3 എവറസ്റ്റുകളുടെ ഉയരത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര നീളത്തിൽ ഖാസി മലനിരകളുടെ ഉദരത്തിൽ 25ഓളം കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രേംപുരി സാൻ കേവ് ലോകാത്ഭുതങ്ങളിൽ മറ്റൊന്ന്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മോസസോറസ് വിഭാഗത്തിൽപ്പെടുന്ന ദിനോസർ വർഗ്ഗങ്ങളും ഈയൊരു സാൻ കേവിനുള്ളിൽ ജീവിച്ചിരുന്നു എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര ആ ഗുഹയുടെ അത്ഭുതങ്ങൾ തേടിയുള്ളതാണ്. കയറി വന്ന വഴിയുണ്ടല്ലോ നിങ്ങൾ. നീ അങ്ങനെ പോവല്ലേ. നിന്റെ ഒരാളുടെ പപ്പാക്ക് വിശ്വസിച്ച് ഞാൻ ഇങ്ങോട്ട് വന്ന എനിക്കറിയില്ല. നമുക്ക് നീ വീഡിയോ എടുക്കലൊന്ന് നിർത്ത്. ഹലോ, നമസ്തേ. എല്ലാവർക്കും ഉണ്ടല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെ നിന്ന്? അയ്യോ, ഈ സ്ഥലത്തിന്റെ പേര് വല്ലാത്തൊരു പേരാണ്. മൗസ് സിൻഡ്രോം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും അധികം മഴ പെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും നട്ടുച്ചയ്ക്ക് വരെ കോടമഞ്ഞ്, നട്ടുച്ചയായില്ല 11 മണിയായിട്ടുള്ളൂ, കോടമഞ്ഞ് ചുറ്റി പറക്കുന്ന ഈ ഒരു നാട്ടിൽ നിന്നും, മേഘാലയയുടെ ഇങ്ങ് ഖാസി ഹിൽസിൽ നിന്നും നിങ്ങൾക്ക് സ്വാഗതമുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സാൻഡ് കേവ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥലം തപ്പി കണ്ടുപിടിക്കട്ടെ. ഇവിടെ തൊട്ടടുത്ത്, അതുകൊണ്ടാണ് കേട്ടോ ഹെൽമെറ്റ് ഒന്നും വെക്കാണ്ടിരിക്കുന്നത്. ആ ഒരു 700 മീറ്റർ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച സ്ഥലത്തുനിന്നും പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു മൗസ് സിൻഡ്രോം ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ, ഇവിടുത്തെ ആളുകളുടെ ആചാരങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ലക്കിലി നമുക്ക് കിട്ടിയതാണ് അവിടുത്തെ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ. അപ്പോൾ അതൊക്കെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ടും കൂടി വായോ കേട്ടോ. കാരണം ഇത് എവിടെയാണ് ഇന്ത്യയുടെ അറ്റത്ത് തപ്പി പിടിച്ച് വന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് തപ്പി പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വായോ ആ ഗുഹ തപ്പി പിടിക്കാൻ. ഇനി ഫൈനലി നമ്മൾ ഇതൊരു കാടാണ്. കാടിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു റോട്ടിലൂടെ വന്ന് ഒരു കേവിലേക്കുള്ള എൻട്രൻസ് വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ലോങ്ങസ്റ്റ് കേവ് ഇൻ ദ വേൾഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. എന്നാ വാ, നടന്നോ. ഇതൊന്നും പറയാണ്ടിരിക്കുന്നു നല്ലത്. ഇന്നത്തെ ദിവസം ഗേറ്റൊന്നും തുറന്ന് ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എൻട്രൻസ് ഫീ ഉണ്ടോ? ഗേറ്റ് നമ്മൾ ചാടിക്കടന്നു. അപ്പോൾ ഇവിടെ ഒരു സാധനമൊന്നും അല്ല കേട്ടോ, പല സാധനങ്ങളുണ്ട്. ക്രേംപുരി, വാക്കാസി, മോക്കേൻ. ശരിക്കും ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മൗസ് സിൻഡ്രോം എന്ന് പറയുന്ന സ്ഥലം പതുക്കെ അടുത്തതായിട്ട് വരുന്ന, ഡെവലപ്പായി വരുന്ന മേഘാലയയിലെ വലിയൊരു ടൂറിസം മേഖലയാണ് കേട്ടോ. അതായത് ഓഫ് ബീറ്റ് പ്ലേസാണ്. നമുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആളുകളില്ല, ബഹളങ്ങളില്ല, നല്ല കിടിലം പോലത്തെ നാച്ചുറൽ. കാര്യം അത്ര വലിയ ഈസി അല്ല കേട്ടോ. അത്യാവശ്യം കുത്തനെയുള്ള ഇറക്കമാണ്. നോക്കിയങ്ങള് ഇനിയിപ്പോൾ ഉണ്ടല്ലോ താഴെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറി വരണ്ടേ? തിരിച്ച് കയറി വരാം. എനിക്കതല്ല, ഇത് മൊത്തം വഴുക്കലാ. കാരണം വെള്ളം ഇത് അധികം നടക്കാതെ കറക്റ്റ് ഒരു പാത്ത് ഉണ്ടെങ്കിലും എൻ്റെ പായൽ മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വട്ടം വഴിക്ക് വീരേണ്ടതായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നീ ഇരുന്ന് നിരങ്ങിക്കോ. നീ ഇവിടെ നിന്ന് എന്നെ തള്ളി വിടുക, അതാ ഈസി ആയിട്ടാണ് താഴെത്തുക. മിക്കവാറും ഈ മല അടിവാരത്തായിരിക്കും കേട്ടോ ഗുഹ ഉണ്ടാവുക. ഫ്രീക്ക് നല്ല കിടിലിന് ആവേശത്തിൻ്റെ താഴത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. തിരിച്ച് കയറി വരുമ്പോഴേ ഈ ഒരു ആവേശം ഉണ്ടാവണം കേട്ടോ. അത് ഞാൻ കയറിപ്പോ, പിന്നെ അവസാനം എന്നെ തിരിച്ചു വിളിക്കരുത്, എനിക്ക് കയറാൻ വയ്യാന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ചെടികളൊക്കെ ഉണ്ട്. ഇതുണ്ട് നിങ്ങൾ ഇവിടെ ഈ ഒരു ചെടി, അതിൻ്റെ ഒരു ചെറിയ കിളിന്ത് ഇല വരുന്ന സമയത്ത്, ഇത് പൂവാണോ ഇതാണ് ഒരു ചുവപ്പ് കളറ് ഇലയുടെ കവറിങ് കാണുന്നുണ്ട്. ഇതുണ്ട് നിങ്ങൾ, നൈസല്ല കാണാനായിട്ട്. ഇതുണ്ട് നമ്മൾ ചെറുതായിട്ട് കാണുന്ന ആ ഒരു പുല്ല് പോലെയുള്ള ആ ഒരു ചെടി വളർന്ന് വലിയ മരം പോലെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത്.
അതുപോലെ നീ മറ്റേ മരങ്ങളുടെ മുടി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലല്ലോ മുളയാണെന്ന്. ആ മുള ഈ മുളയൊക്കെ കണ്ട ഇങ്ങനെ തൂങ്ങിക്കണില്ലേ, അതാണ് നമുക്ക് ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് മുടി പോലെ തോന്നുന്നത്. അതാണ് ബുദ്ധി കാണാടാ ബുദ്ധി. അയ്യോ പാമ്പാണോ? അല്ല ചൊറിയമ്പുഴു. അയ്യോ അത് പക്ഷെ വെറൈറ്റി ചൊറിയമ്പുഴോടാ. രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. തുപ്പുന്നോ ചീറ്റുന്നോ വല്ലതും ആണെങ്കിൽ പണി പാടി. ഇത് കടും വേനലായതുകൊണ്ട് മാത്രമാണ് ദാ ഈ ഒരു ഭാഗങ്ങളിലൊന്നും വെള്ളമില്ലാത്തത്. അല്ലെങ്കിൽ സദാസമയം വെള്ളം ഒഴുകുന്ന ചാലാണ്, നീർച്ചാലാണ് കേട്ടോ ഇത്. ഇനിയുണ്ട് കുറേ ഇറങ്ങാനായിട്ട്. മഴയില്ലായ്മ ഒരു തരത്തിൽ അനുഗ്രഹമാണ്, കാരണം നമ്മൾ നനയുണ്ട. പക്ഷേങ്കിൽ മറ്റൊരു തരത്തിൽ വലിയൊരു നഷ്ടമാണ്. ഇതുണ്ടെങ്കിൽ വലിയൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടാവേണ്ടതാണ്. അതിനെ ക്രോസ് ചെയ്തതാണ് നല്ലൊരു കിടിലൻ പാലം. ഈ ഒരു പാലത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് മേലോട്ട് നോക്കുമ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം മേലേന്ന് താഴോട്ടേക്ക് വീഴേണ്ടതാണ്. ആ ഒരു കാഴ്ച നമുക്ക് മിസ്സായിപ്പോയി അല്ലേ? കുഴപ്പമില്ല, നമുക്ക് മഴയുള്ള സമയത്ത് വരാം. അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മഴയുള്ള സമയത്ത് വന്നാൽ മതി. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെയായിട്ടൊരു ഗുഹയുണ്ട്. ഇത് ഇറങ്ങിപ്പോണ്ട ഗുഹയാണ്. പക്ഷേങ്കിൽ ഇതാണോ അതാണോ ഇത് എന്നുള്ള കാര്യത്തിൽ എന്നെ പിടിക്കല്ലേ. അയ്യോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പെരുമ്പാമ്പ് ഒക്കെ ഉണ്ടാവുക. ഇതൊരു ഗുഹയാണ് കേട്ടോ, വെള്ളം ഒഴുകി പോകുന്നത്. പക്ഷെ ഇത് അകത്തോട്ടുണ്ടോന്നൊന്നും അറിയില്ല. ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച് വന്ന ഗുഹ ഇതല്ല. ഇത് വെള്ളം ഒഴുകി പോകുന്ന പാത്ത. ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ ഉണ്ടല്ലോ കണ്ടോ നിങ്ങൾ, നമ്മുടെ സാൻഡ്സ്റ്റോണേ അത് ഇങ്ങനെ പ്രകൃതിയുടെ ഇതൊക്കെ കൊണ്ടായിരിക്കണം ചെറിയൊരു കേവ് പോലെ ആയിട്ട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ. യെസ്, തലയിൽ അവസാനം പൊട്ടി വീഴും കേട്ടോ. ഇതിൽ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാം. നമ്മളുടെ മേലെ ഇത് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷനായിട്ട് കല്ല്, അതുപോലെ തന്നെ ആ കല്ലിൻ്റെ മേലെ ഇതാ നമ്മളുടെ തലയുടെ മേലെ ഇപ്പറായിട്ടാണ് കേട്ടോ മരമൊക്കെ വളർന്നു വന്നേക്കുന്നത്. ഇതല്ലേ ഈ ചെടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ കുഞ്ഞത് ഞങ്ങൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെറുപ്പത്തിൽ പൈസയായിട്ട് യൂസ് ചെയ്യുന്ന ഇതായിരുന്നു. ഒരു സൈഡിൽ ഇതാ കൊക്കയുള്ള ഒരു ഇടുങ്ങിയ മേഖലയിൽ കൂടി പിന്നെ നമ്മുടെ നടന്നിട്ടും കേവ് എത്തുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഏകദേശം 1 മണിക്കൂറായി കേട്ടോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മാക്സിമം പതുക്കെ നടക്കുന്നത്. ഓരോ സ്ഥലത്തൊക്കെ കാഴ്ചയുള്ള സ്ഥലത്തൊക്കെ നിന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വേറെ എന്താ സംഭവമുണ്ട്. എന്താ നിങ്ങൾ പോയി കളിക്കുക, പാമ്പൊന്നും ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതൊക്കെ കൊണ്ടാണ്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരേ നടത്തം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മറ്റേ നമ്മളുടെ ആ ഒരു ഹോം സ്റ്റേയുടെ അവിടെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് 20 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. തിരിച്ച് കയറി വരുമ്പം അത് നിങ്ങൾ ക്ഷീണിക്കുന്ന പോലെ ഇരിക്കും എത്ര മിനിറ്റ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ. തിരിച്ച് കയറുമ്പം അവിടെ എല്ലാം ക്ലിപ്പാണ് കേട്ടോ. നോക്കിയാൽ ഫൈനലി നമ്മൾ തേടി വന്ന ആ ഒരു ഗുഹയുടെ കവാടത്തിൻ്റെ അവിടെ നമ്മളെത്തി. ഇതാണ് ആ ഒരു ഗുഹ കേട്ടോ. 25 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഗുഹയാണ്. ഇത് ആക്ച്വലി US നിന്നും കാനഡയിൽ നിന്നൊക്കെ ആളുകൾ എക്സ്പെഡിഷന് വേണ്ടി ആളുകൾ വന്ന് അവർ കയറിപ്പോയതാണ്. ഇതിൻ്റെ തുടക്കഭാഗം കുറച്ച് ഇടുങ്ങിയതായിരിക്കും, അതിനുശേഷം ഉള്ളിലോട്ട് കയറുന്നതിനെ വലുതാകുമെന്നാണ് നമ്മളുടെ ഭയ്യാജി പറഞ്ഞത്. ഏത് വഴി പോകേണ്ടത്? എന്തായാലും നമ്മുടെ എക്സ്പെഡിഷൻ സ്റ്റാർട്ടായി. ടോർച്ചൊക്കെ വേണമായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതുണ്ടങ്ങൾ ശരിക്കും പൂഴിയാണ്. സാൻഡ് എന്ന് പറയുന്നത് വെറുതെ അല്ല, പൂഴിക്കല്ലാണ്. പൂഴിക്കല്ല് കൊണ്ടുള്ള ഗുഹയാണ്. പാമ്പുണ്ടാവും കേട്ടോ. നല്ല ഓരോ വഴിയുണ്ട് കണ്ടങ്ങൾ. വെള്ളം ഒഴുകിയാണ് കേട്ടോ ഇതിങ്ങനെ ഇതായി വരുന്നത്. എൻ്റെ മനെ ഇതിൽ ഇങ്ങോട്ട് ഒരു ഗുഹ പോകുന്നു. ഇങ്ങോട്ട് ഒരു ഗുഹ പോകുന്നു. ആണോ? കയറി വന്ന വഴിയുണ്ടല്ലോ നിങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് പല വഴികളായിട്ട് ഈ ഗുഹ തിരിയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നീ ആ വഴി പോ, ഞാൻ ഈ വഴി പോവാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കട്ടെ. ഒന്ന് പിടിച്ച നീ. ഇതിലൊക്കെ കുഴികളാ. എൻ്റെ അമ്മേ, ആ ഫോൺ വരുമോ? എന്താ അവസ്ഥ അവിടെ? ഇവിടെ വലിയൊരു കുഴിയാണ് കേട്ടോ. ഇതുണ്ട് നിങ്ങൾ.
പക്ഷെ ഇതിങ്ങനെ കറങ്ങി അപ്പുറത്തോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നിൽക്കാൻ പറ്റുന്ന ഹൈറ്റിലോട്ടാവുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മേ, ഫുള്ള് ഗുഹ. 1 2 3 4. ഇത് മറ്റേ വിയറ്റ്നാമിലെ മറ്റേ അവരുടെ ഗൊറില്ലകളുടെ ഗുഹയില്ലേ, ആ ഒരു ഗുഹ ടൈപ്പ്. ആ വഴി നോക്കി വെച്ചോ, മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് പണിയാവും. പല വഴികളായിട്ട് തിരിഞ്ഞ് ഇതാ ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ കാണുന്നുണ്ട്. നോക്കണം, ചവിട്ടുമ്പോൾ തെന്നുന്നുണ്ട്. ഓഹോ, ഇവിടെ വരുമ്പോൾ ഇവിടെ ഇവരൊരു വുഡൻ പാലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മേ ബി അവിടെ നിന്നൊക്കെയോ വെള്ളം വീഴുന്ന വെച്ചൊക്കെ കേൾക്കാം. ഒറ്റ ഞാൻ വഴി ഓക്കെ ആണോ നോക്കട്ടെ. എൻ്റെ പൊന്ന്, ഇത് വല്ലാത്ത സംഭവം കേട്ടോ. കുറേ ഗുഹ ലൈറ്റപ്പൊക്കെ ചെയ്തെടുത്താണ്ടല്ലോ, വൻ സംഭവമാണിത്. അങ്ങനെ നിൽക്കാനുള്ള സ്ഥലമില്ലേ, ചെറിയ രീതിയിലല്ലേ? യെസ്, വിശാലമായ ഗുഹ. പക്ഷെ കറക്റ്റ് വഴി അറിഞ്ഞില്ലെങ്കിൽ പണി പോളേ. നമ്മൾ വന്നത് ഫസ്റ്റ് ഇവിടെ എൻ്റെ ഇതെൻ്റെ അങ്ങോട്ടേ ഉള്ളു ഗുഹ. അതല്ല, മുമ്പേ വന്ന ഏതോ ഒരു ടീമുണ്ടല്ലോ, ഇതാ പുറത്തേക്കുള്ള വഴി ഇങ്ങനെ ആരോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും വലിയ കാര്യമായി. പക്ഷെ ഇങ്ങോട്ടും ഗുഹ പോകുന്നുണ്ട് കേട്ടോ. ഓ, ഇത് കുഞ്ഞൊന്നുമല്ല. ആ, ഇത് ഇവിടെ നോക്കിയാലും ഗുഹയാണല്ലോ ദൈവമേ. എക്സ്പെഡിഷൻ അവസാനിക്കുന്നില്ല, വീണ്ടും മുമ്പോട്ടേക്ക് തന്നെ. ഇവിടുന്ന് ഒരു വെള്ളം വീഴുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അത് ഇവിടുന്ന് നോക്കാം. അമ്മേ, താഴെ നിന്ന് വെള്ളമില്ല, വെള്ളമെല്ലാം വറ്റിപ്പോയി. ഇതങ്ങ് കിലോമീറ്റേഴ്സ് 25 കിലോമീറ്റർ എന്നൊക്കെ അവർ പറഞ്ഞ് വെറുതെ ഒന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമേ വിചാരിച്ചേ തള്ളിയതാണെന്ന് വിചാരിച്ചു, പക്ഷെ അല്ല, സത്യമാണ്. ഇതങ്ങ് പോവാ ഉണ്ടല്ലോ. ഇവിടുന്ന് തിരിച്ചു വരണമെന്നുണ്ട്. പെട്ടതൊന്നുമല്ല, കാല് കവച്ച് വെച്ചതാ. നോക്ക്, ഇതിനെ അടുപ്പിക്കുന്ന എങ്ങനെയാ? ഫ്രണ്ട്സ്, ഇനി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിനയപുതുരസരം കാഴ്ചവെക്കുന്നു. കേവിൽപ്പെട്ട ഫ്രീക്കി ബാക്ക് പാക്കർ സുബിയും. നാടകം ഇവിടെ തുടങ്ങുന്നു. നമ്മൾ വന്ന വഴി അതിലായിരുന്നു, ഓർക്കുന്നുണ്ട് നീ? ഞാൻ നിന്നോട് വരുമ്പോ അപ്പോഴേ പറഞ്ഞതാണ് വഴി നോട്ട് ചെയ്ത് വെക്കണം എന്ന്. എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു നീ നോക്കി വെക്കൂന്നല്ലേ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുന്നത്. നീ പറഞ്ഞ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, വാ പോവാ. ഞാൻ എപ്പോഴും പറഞ്ഞ ഗൈഡില്ലാതെ വരാൻ പാടില്ല. ഗൈഡിനെ കൊണ്ട് വരണമെങ്കിൽ ഗൈഡിന് കൊടുക്കണം 1500 രൂപ. ഞാൻ പറഞ്ഞു ജസ്റ്റ് കുറച്ച് ദൂരം വന്നാ മതി, എന്തിനാ ഇത്രയും ദൂരം വരാൻ നിൽക്കണെന്ന് ഞാൻ പറഞ്ഞു. ആ, ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതി. ഇപ്പൊ നിനക്ക് ഇത് ഗുഹ ആണ്, ഇതുപോലത്തെ ഗുഹ നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവസാനം ഇനിയിപ്പോ എന്റെ തലയിൽ കയറിക്കോ. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞു വരുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇതിപ്പോ എന്താക്കും എന്തോ ദൈവമേ, കുടുങ്ങിന്നാ തോന്നേ. നീ അങ്ങനെ പോവല്ലേ. നിന്റെ ഒരാളുടെ പപ്പാക്ക് വിശ്വസിച്ച സുഖം ഞാൻ ഇങ്ങോട്ട് വന്ന എനിക്കറിയില്ല. പോവാ, നമുക്ക് നീ വീഡിയോ എടുക്കലൊന്ന് നിർത്ത്. എടി, ഞാനിത് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ലല്ലോ. ഇത് വന്നപ്പോൾ ഇത്രയും വലിയ കുടുക്കാണെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ടല്ലേ. നമുക്ക് പോവാ എങ്ങനെയും. എല്ലാത്തൊരു സ്ഥലത്താവുന്ന പെട്ടേക്കുണ്ട്. ഇനിയിപ്പോൾ ഒന്നും പറയാനും ഇതൊന്നുമില്ല. ആരെങ്കിലും കയറി വരുന്നവരോട് നിൽക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് പോവാം. ഇപ്പോൾ ഒരു മനുഷ്യക്കുട്ടി വഴിക്ക് വരുന്നില്ല, പക്ഷെ പൂച്ചക്കുട്ടി വരും, പിന്നെ 2 പട്ടിക്കുട്ടിയും. നാടകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ശരിക്കും ഉണ്ടല്ലോ, അതാ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കെല്ലാം അതാ ഇവിടെ ചെറിയ ആരമാർക്ക് ഉണ്ട്. അത് കൂടാതെ ഞങ്ങൾ കല്ല് പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. ഇവിടെ ഒരു ഏണി ഇങ്ങനെ കാണുന്നുണ്ട്.
ഈ ഏണി ഇറങ്ങി പോകുന്നത് എങ്ങടാണോ എന്തോ അവിടെ നിന്നൊരു വെള്ളം വീഴുന്ന ഒച്ച കൂടി കേൾക്കുന്നുണ്ട്. എന്തായാലും ആ വെള്ളം വീഴുന്ന എന്താണെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. എനിക്ക് എത്രമാത്രം ഉറപ്പുണ്ടെന്നുള്ളതൊന്നും അറിയില്ല. എന്താ പൊന്നെ, ഓ ഇവിടെ നല്ല വെള്ളം വരുന്നുണ്ട് കേട്ടോ. ആ ഒറ്റ ഞാൻ സേഫാണോ നോക്കട്ടെ. ഞാൻ സേഫാണ്. ഓ ഇനി നീ സേഫാണല്ലോ. വാ. ആ ഇതെല്ലാം ശരിക്കും ആളുകൾ വരുമ്പോൾ കാണാൻ വേണ്ടി ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ വെള്ളം കുറവുള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇറങ്ങാൻ പറ്റുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാർ അബദ്ധത്തിൽ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും നോക്ക്, വെള്ളം നല്ല വെള്ളം ഉണ്ടെങ്കിൽ മുങ്ങി ചത്തുപോകും. ആ ഇല്ല, അറിയാൻ പറ്റില്ല. പെട്ടെന്നൊരു മഴ പെയ്തിട്ടുണ്ട്, അതൊരു റിസ്ക്കാണ്. നല്ല ക്ലിയർ വെള്ളം. പക്ഷേങ്കിൽ ഒറ്റ മിനിറ്റ് ഞാനൊന്ന് പോയി നോക്കട്ടെ സേഫാണ്, എന്നിട്ട് നീ വന്നാൽ മതി. ഇവിടുന്ന് വെള്ളം വീഴുന്നേ അധികം മേലോട്ട് കയറണം. മേളിൽ നിന്ന് വീഴുമ്പം വീഴ്ചയുടെ മറ്റേ ആഘാതം കൂടും. യെസ്, ഇവിടെ നമുക്ക് കാണാനുള്ളത് എന്താണെന്നറിയാമോ? അതുകൊണ്ടാ ഇവിടെ നിന്നും ആ ഒരു ഒഴുകി വരുന്ന വെള്ളം അല്ലാതെ ഞങ്ങൾ താഴേക്ക് ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങി ഈ ഒരു കുഴി വഴി താഴേക്ക് പോവുകയാണ്. ആ ഉറവിയായിട്ടോ വെള്ളച്ചാട്ടമായിട്ടൊക്കെ താഴോട്ട് പോകും. ഭൂമിക്കടിയിലൂടെ നദികൾ ഒഴുകുന്നു എന്നൊക്കെ പറയുന്നത് സത്യമാണ് കേട്ടോ. ഇതൊക്കെ ഭൂമിക്കടിയിലുള്ള ഒരു നദിയുടെ പാത തന്നെയാണ്. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ഉള്ളിലെ വെള്ളത്തിൽ ഇതുകൊണ്ട് നിങ്ങൾ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞി കുട്ടി മീനുകൾ. ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ഗുഹ വല്ലാത്തൊരു എന്താ പറയുക എക്സ്പീരിയൻസ് തരുന്ന സാധനം. കുറേ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കേട്ടാ നിന്റെ കോല അവിടെ ഇവിടെ അടയാളമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഫൈനലി നമ്മൾ സൂര്യപ്രകാശം കുറേ നേരത്തിന് ശേഷം കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഹായ്, എന്ത് രസം. ഓ മൈ ഗോഡ്, സൂപ്പർ. മേഘാലയ കാട്ടിലൊക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നില്ലെങ്കിലും നമ്മൾ വെള്ളം കിട്ടാതെ പ്രശ്നത്തിലാവില്ല. നോക്കി ഗുഹയിൽ നിന്ന് ഇറങ്ങിയവിടെ തന്നെ ഇതുണ്ട് നല്ല വെള്ളമുണ്ട്. പിന്നെ ഗുഹേൻ്റെ ഉള്ളിലെ വെള്ളം എത്രത്തോളം സേഫായിട്ട് കുടിക്കുക എന്നുള്ളതെന്ന് അറിഞ്ഞൂടാ. ഇതെന്തായാലും കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളം, മിനറൽസ് A to Z. തവള മുള്ളിയതാണോ? എന്തായാലും ഗുണ കേവ്, എന്തായാലും അതിൻ്റെ പേര്, എന്തായാലും മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ പോലെ ആയില്ല, നമ്മൾ സേഫായിട്ട് പുറത്തോട്ട് എത്തി കേട്ടോ. അപ്പം പറയാനുള്ളത് വരാനുള്ളവരോട് കുറച്ചധികം എന്താ പറയുക, പോകുന്ന സ്ഥലം വഴി ഓർത്ത് വെച്ചില്ലെങ്കിൽ റിസ്ക് ആണ്. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒറ്റയ്ക്കൊക്കെ വരാണ്ട് ആരെങ്കിലുമൊക്കെ കൂട്ടിനൊക്കെ ആൾക്കാരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ കുറച്ച് രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകാനും ഓരോ വഴികൾ കണ്ടുപിടിക്കാനും. ആ രീതിയിലുള്ള അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും വരേണ്ടതാണ്. പിന്നെ വരുമ്പോൾ ഉണ്ടല്ലോ വെള്ളക്കുപ്പി കയ്യിൽ കരുതുക. അതുകൂടാതെ കഴിക്കാൻ എന്തെങ്കിലും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഉള്ള പോലെ ഈ വിശന്ന് വലഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ലോണം വിശക്കുന്നുണ്ട്. മാഗിയാണോ? മാഗി ഇനി ഇച്ചിരി കൂടിയുള്ളൂ. ഈ ഒരു മല വലിഞ്ഞു കയറിയാൽ മാത്രം മതി. വിചാരിച്ചത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതെ, ഒരു കുത്തനുള്ള ഇറക്കം നമ്മൾ കണ്ടെങ്കിലും ഈ ഇവിടുത്തെ ഒരു ഓക്സിജൻ ലെവൽ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു വലിയ പ്രശ്നമില്ല. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം നമ്മൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളത്, വേറെ അതിഥികളാരും ഇല്ല. പിന്നീടല്ലോ ഇനിയിപ്പം ഉള്ള വേറൊരു ടെൻഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. മീനുക്കുട്ടീനെ ആ കാട്ടിൻ്റെ നടുവിൽ കൊണ്ടുപോയി വെറുതെ നിർത്തിയിട്ട് നമ്മൾ വന്നത്. ഓ ഉണ്ടായാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കാട്ടിൽ നമ്മൾ ഇവിടെ പോയി അന്വേഷിക്കാം, ആരോട് ചോദിക്കും അല്ലേ? എൻ്റെ പൊന്നെ, ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു പേടി വരുന്നു. മീനുക്കുട്ടി, മീനുക്കുട്ടി, ആക്ച്വലി ഉണ്ടല്ലോ നമ്മളുടെ ഈ ഒരു ടെൻഷന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു GPS നമുക്ക് വണ്ടിയുടെ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. പക്ഷേങ്കിൽ ഞാൻ ഗുവാഹട്ടിയിൽ നിന്ന് അന്വേഷിച്ചായിരുന്നത്
അറൗണ്ട് ഒരു 3500 രൂപ റേഞ്ച് റേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ സിമ്മും അതിൻ്റെ ആപ്പും പിന്നെ അതിൻ്റെ ഈ GPS സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞേ. ഒരു ട്രെക്കിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ വയറ് നിറച്ച് നമ്മൾ ഫുഡ് കഴിക്കണം. ഇവിടെ ഈ കാടിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് കുറച്ചധികം ഷോപ്പുകളുണ്ട്. ഇതിപ്പം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെയും അതുപോലെ തന്നെ ഇതുവഴി ഈ ചരക്ക് ഗതാഗതം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിച്ചാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഹോട്ടലുള്ളത്. കഴിക്കാൻ വേണ്ടിയിട്ട് ചാവലേന ദീദി, ചാവൽ, ചാവൽ, ചിക്കന്, പോർക്ക്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിച്ച് വയറ് കുറച്ച് ഫുള്ളാക്കിയിട്ട് പോവാനി. ഇതുണ്ടോ ഇവിടെ പോർക്ക് വെള്ളത്തിലിട്ടത്, അതുപോലെ തന്നെ ദാല്, പിന്നെ സ്മോക്ക്ഡ് പോർക്ക്, പിന്നെ വന്നിട്ട് ചമ്മന്തി, അതുപോലെ തന്നെ ഇത് എന്തോ ചമ്മന്തി, ഇത് പച്ചക്കറി, പിന്നെ ഫിഷ് വറുത്തത്, ഫിഷ് കറി. ഇതാണ് ഇവരുടെ അടുക്കള. ചോറ്, അതുകൂടെ അതുണ്ട് സ്മോക്ക്ഡ് പോർക്ക് വെച്ചേക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടാണ് സ്മോക്ക് ചെയ്യുന്നത് കേട്ടോ. നൈസാണ്. ഹായ് സുമേഷ്. 70 രൂപ കേട്ടോ ചോറും കറിയും ഒക്കെ. നമ്മുടെ നാട്ടിലെ പോലെ ഈ ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ പോർക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറേ കഴിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. ഒരു പീസ്, ഒറ്റ പീസ് ചോറും ശരിക്കും അത് മതിയല്ലോ വയററിയാൻ. ഷുഗർ ഒന്നും കൊളസ്ട്രോൾ ഒന്നും അത്ര ഇത് കണ്ട് കയറത്തുമില്ല. പിന്നെ കയ്യിലെ കാശ് മാത്രമേ ചിലവാകത്തുള്ളൂ. എന്തായാലും വീണ്ടും തിരിച്ച് നമ്മൾ താമസിക്കുന്ന ആ ഒരു ടെൻറ്റ് ചെയ്ത ആ ഒരു ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശത്ത് നിന്നും ബൈ പറഞ്ഞ് ഇന്നത്തെ ഒരു കുട്ടി എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുക. ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇതാ നമ്മളുടെ വണ്ടിയിൽ എല്ലാം ലോഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ്. എന്തായാലും പുതിയ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ എന്നുള്ളത് തപ്പി കണ്ടുപിടിക്കട്ടെ. പിന്നെ ഗ്രൂപ്പ് ടൂറുകൾക്ക് നമ്മുടെ കൂടെ വരാൻ താല്പര്യമുള്ള ആളുകൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കോൺടാക്ട് നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. അതുകൂടാതെ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം സ്നേഹം മാത്രം. ബൈ ബൈ.